ഒറ്റ രാത്രി കൊണ്ട് ഭർത്താവിനെയും ഗ്രാമത്തെ നഷ്ടപ്പെട്ട സ്ത്രീയാണെങ്കിൽ പിന്നീട് 10,000 പേരുന്ന ട്രൈബൽ വാരിയസിനെയും കൂട്ടിക്കൊണ്ട് ലക്ഷങ്ങളോളം വരുന്ന റോമൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്ത കഥ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ബൊഡിക്ക ക്യൂൺ ഓഫ് ആർ എന്ന് പറഞ്ഞ 2023 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ തുടങ്ങുന്നത് 60 AD-യിലായിരുന്നു. അന്ന് റോമൻ എംപയർ ആണെങ്കിൽ യൂറോപ്പിലെ ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ സ്ഥലം ഒഴിച്ച് ബാക്കി മിക്ക സ്ഥലങ്ങളും പിടിച്ചടക്കി വാഴുന്നുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് മോണ എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് റോമൻ ആർമി വന്ന ശേഷം അവിടെയുള്ള 300ഓളം ആളുകളെ ഒരു കാര്യമില്ലാതെ കൊന്നു കളയുന്നത്. അവിടെയുള്ള ആളുകളെ ഡ്രൂയിഡ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അവരെ ഓരോരുത്തവരെയായിട്ട് കൊല്ലുമ്പോൾ പോലും അവരുള്ളവരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നു അവരുടെ പുരാണത്തിലുള്ള വാരിയർ ഗോഡസ് ആയിട്ടുള്ള സ്ത്രീ വന്ന് ഇവരെ എല്ലാവരും രക്ഷിക്കുമെന്ന്. പിന്നീട് റോമിലേക്ക് വരുവാണെങ്കിൽ കമാൻഡറായിട്ടുള്ള പോളിനിസ് അവരുടെ രാജാവായിട്ടുള്ള ന്യൂറോട് അവിടുത്തെ ഡ്രൂയിഡ് ആളുകൾ പറഞ്ഞ ആ ഗോഡസിൻ്റെ കഥ പറയും. ഇതേക്കുന്ന ന്യൂറോ പറയും ഡ്രൂയിഡുകൾക്ക് ഒരിക്കലും ഒരു രക്ഷകൻ വരാൻ പാടില്ലെന്ന്. അതുകൊണ്ട് തന്നെ കമാൻഡറിനോട് ഓർഡർ ചെയ്യും സ്ത്രീകൾ ഒരു പൊസിഷനിലേക്ക് വരുന്നത് ഇവരെ വെട്ടിപ്പിടിച്ച് എല്ലാ സ്ഥലങ്ങളിലും നിരോധിച്ചേക്കാൻ. ഇതേ സമയത്താണ് ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐസണി എന്ന് പേരുള്ള ഒരു ട്രൈബൽ കൂട്ടം രാജാവായിട്ടുള്ള പ്രാസ്തകസിന്റെ കീഴിൽ സമാധാനത്തോടുകൂടി ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ആ രാജാവിനെ രാജ്ഞിക്ക് തന്നെ 2 പെൺമക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസമാണ് യോദ്ധാവായിട്ടുള്ള സൈറൻ ആണെങ്കിൽ പ്രാസ്തകസിനോട് വന്ന് പറയുന്നത് റോമാണെങ്കിൽ കാറ്റസ് എന്ന് പറഞ്ഞ് പുതിയൊരു പ്രൊക്യൂറേറ്ററെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പൊളിറ്റിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്ഞി വന്ന് പിള്ളേരെയും വിളിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവളെ കുരിശിൽ കുറേ പേരെ കൊന്നിട്ടേക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടികൾ രണ്ടുപേരും പേടിച്ച് നിൽക്കുന്നത്. രാജ്ഞിയാണെങ്കിൽ പറയും ഇതൊന്നും കാര്യമാകേണ്ട, ക്രിമിനലായിട്ടുള്ളവർക്ക് എപ്പോഴും ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന്. പക്ഷെ അന്നേരമാണ് വേലക്കാർ പറയുന്നത് ആ മരിച്ചു കിടക്കുന്നവരെല്ലാം ക്രിസ്ത്യൻസ് ആണെന്നും അവരെ റോമിലുള്ളവർ കൊന്നിട്ടേക്കുന്നതാണെന്നും. പിന്നീട് അവർ അതൊന്നും മൈൻഡാക്കാതെ മാർക്കറ്റ് ചെല്ലും. അവിടെയാണെങ്കിൽ ട്രിനോവറ്റ് വാരിയസ് എന്ന് പറഞ്ഞ് കുറേ പേര് കുറേ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് അവരുടെ കൂട്ടത്തിലുള്ള കാർട്ടിമാൻ്റെ രാജ്ഞിയെ കാണുന്നതും അവളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയ ശേഷം അവളെ ബൂഡിക്ക എന്ന് വിളിക്കുന്നതും. അതാണെങ്കിൽ അവരുടെ വിശ്വാസത്തിലെ വാര്യറായിട്ടുള്ള ഒരു ദേവതയുടെ പേരായിരുന്നു. ആ പേര് കേട്ടവരുടെ അവരുടെ കൂട്ടത്തിലുള്ള ബാക്കി യോദ്ധാക്കൾ ബഹുമാനപൂർവ്വം മുട്ടേ നിൽക്കും. പക്ഷേ സ്റ്റാളോർണർ ആണെങ്കിൽ റോമിൽ നിന്ന് വന്നതായതുകൊണ്ട് ഈ ദേവതയുടെ പേര് കേട്ട ഉടനെ തന്നെ അവരുമായിട്ട് തർക്കിക്കാൻ വേണ്ടി വരും. എന്നിട്ട് അവനാണെങ്കിൽ ആ രാജ്ഞിയെ പിടിച്ച ശേഷം ഉടനെ തന്നെ റോമൻ ആർമിയുടെ കയ്യിൽ ഇവളെ എത്തിക്കുമെന്ന് പറയും. പെട്ടെന്നാണ് കാർട്ടിമാൻ്റെ ആണെങ്കിൽ അവൻ്റെ കൈ എറുത്ത ശേഷം അവനെ അവിടെ വെച്ച് കൊല്ലുന്നത്. പിന്നീട് ഉടനെ തന്നെ റോമൻ പട വരുമെന്ന് പറഞ്ഞ് ഇവരെല്ലാം അവിടുന്ന് പെട്ടെന്ന് പിരിഞ്ഞോടിപ്പോവും. പിന്നീടാണ് രാജാവ് ഇവളോട് പറയുന്നത് ഇനി തൊട്ട് ഇപ്പോൾ ഒരിക്കലും മാർക്കറ്റിലേക്ക് പോവില്ലെന്നും എന്തെങ്കിലും മേടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ സർവൻസിനെ വിട്ടാൽ മതിയെന്നും ഒരു നിയമം വെക്കും. അന്നേരമാണ് രാജ്ഞി ചോദിക്കുന്നത് ആ ട്രൈനോവേറ്റ് വാരിയസ് എന്തുകൊണ്ടാണ് ഇവളെ ഒരു ദേവതയായിട്ട് കാണുന്നതെന്ന്. അന്നേരം രാജാവ് പറയും ഇവരുടെ ഈ ബാർബേറിയൻ രക്തം കൊണ്ട് അവർക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ. പിന്നീട് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രാജ്ഞിയാണെങ്കിൽ അവരുടെ മക്കളുടെ കൂടെ വാള് വെച്ച് വെറുതെ യുദ്ധം ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 3 പേർക്കും തന്നെ ആ വാള് ശരിക്കും ഉപയോഗിക്കാൻ തന്നെ അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് രാജാവും പതി ഇവരുടെ കൂട്ടത്തിലേക്ക് വരുന്നത്. അന്നേരം ഇവളാണെങ്കിൽ പതി ആ വാൾ വെച്ച് അവനുമായിട്ട് ചെറിയ ഫൈറ്റ് പോലെ ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോഴേക്കും രാജാവിന് തോന്നും ഇവൾക്കൊരു ട്രെയിനിങ് ഇല്ലേ പോലും ഉള്ളിൽ ഇവളുടെ ബർബേറിയൻ ബ്ലഡ് കിടക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു കഴിവുണ്ടെന്ന്. അങ്ങനെ അന്ന് രാത്രി രാജാവാണെങ്കിൽ അവളുടെ അച്ഛനാണെങ്കിൽ ഇവന് സ്ത്രീധനമായിട്ട് കൊടുത്ത വാൾ തിരിച്ചേൽപ്പിക്കും. പിറ്റേ ദിവസമാണെങ്കിൽ കാറ്റസ് ആണെങ്കിൽ ഇവരെല്ലാം കാണാൻ വേണ്ടി വരും. ഇവരാണെങ്കിൽ നല്ല രീതിയിലായിരുന്നു അവനെ ട്രീറ്റ് ചെയ്തത്. പക്ഷെ അവനാണെങ്കിൽ അവൻ്റെ ഉള്ളിലെ ആ വംശവേറി കാരണം ഇവരുടെ കൾച്ചറിനെയും കാര്യങ്ങളൊക്കെ കളയിക്കൊണ്ടിരിക്കും. കൂടെയുള്ള എല്ലാവർക്കും അവനോട് ദേഷ്യം തോന്നിയെങ്കിലും രാജാവാണെങ്കിൽ സമാധാനത്തിൽ തന്നെ ഇരിക്കും. അങ്ങനെ അവൻ പോയി കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ കൂടെയുള്ളവരോട് പറയും അവനോട് എപ്പോഴും മര്യാദയോടെ സംസാരിക്കണം. അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഈ വില്ലേജ് മുഴുവൻ നശിപ്പിക്കാനുള്ള കരുത്ത് അവനുണ്ടെന്ന്. സീറനോട് ഇതെല്ലാം പറയുന്ന കൂട്ടത്തിലാണ് രാജാവ് പറയുന്നത് കാറ്റസിനെ മനസ്സിൽ എവിടേക്കോ ഈ സ്ഥലത്ത് വന്ന് താമസിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അത് മാറ്റി കളയാൻ വേണ്ടി കുറേ കള്ളന്മാരെ എവിടെ നിന്ന് ഒപ്പിക്കണമെന്നും ആ കള്ളന്മാരെ കൊണ്ട് കാറ്റസിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുകയോ ചെയ്യുവാണെങ്കിൽ അവൻ ഈ സ്ഥലത്തോട്ട് വെറുപ്പ് തോന്നി പിന്നെ വരായിരുന്നുള്ളൂ. ഈ ഐഡിയ ആണെങ്കിലും അവൻ പറഞ്ഞിട്ടുമെങ്കിലും സൈറനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നീട് രാജാവാണെങ്കിൽ കുറേ ആൾക്കാരെയും കൂടി കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴാണ് സൈറൻ വന്ന വാർത്ത പറയുന്നത് കള്ളന്മാരെ പിടിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ആക്രമണത്തിൽ രാജാവ് കൊല്ലപ്പെട്ടെന്ന്. ഈ കേൾക്കുന്ന രാജ്ഞിയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അവരെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിടും. അങ്ങനെ രാജാവ് മരിച്ചുകൊണ്ട് ഇസേനി ട്രൈബിനെ ഇനി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഇവരാണെങ്കിൽ ആ രാജ്ഞീനെ ലീഡറാക്കി തിരഞ്ഞെടുക്കും. സൈറനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അത്രയ്ക്കൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ സെറിമണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് കാറ്റസും അവരുടെ കുറേ ആളുകളും കൂടെ വരുന്നത്. അവൻ വന്നിട്ട് പറയും രാജാവിൻ്റെ ഓർഡറുള്ള അന്ന് സ്ത്രീകൾ ഒരിക്കലും ഒരു പദവിയിലേക്ക് ആക്കല്ലെന്നും. അങ്ങനെ ഒരു ഓർഡർ നിൽക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മരിച്ചുപോയ രാജാവാണെങ്കിൽ ഇവനെ നേരെ കള്ളന്മാരെ ഇറക്കാൻ ഒരു പദ്ധതി ചെയ്തുകൊണ്ടും ഉടനെ തന്നെ രാജ്ഞിയാണെങ്കിൽ അതിന് ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ മക്കളെ ആണെങ്കിൽ ജയിലിൽ ഇടേണ്ടിയും വരുമെന്ന് പറയും. അത് കഴിഞ്ഞാണ് കാറ്റസ് പറയുന്നത് സൈറൻ എന്ന് രാജാവ് ഒളിച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇവരുടെ ആർമിക്ക് രാജാവിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ പറ്റിയെന്നും. അന്നേരമാണ് രാജ്ഞിക്ക് മനസ്സിലാകുന്നത് സൈറനായിരുന്നു ഒറ്റുകാരെന്നും. പെട്ടെന്നാണ് പടയാളികളെല്ലാം കൂടെ രാജ്ഞിയുടെ മക്കളെ അവിടെ പിടിച്ചു മാറ്റിയിട്ട് രാജ്ഞിയുടെ ഡ്രസ്സെല്ലാം വലിച്ചു കയറി കെട്ടി തൂക്കിയിടുന്നത്. അതിനുശേഷം രാജാവിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേര് പറഞ്ഞ് അവളെ ചാട്ടിക്കിട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങും. അന്ന് രാത്രിയാണെങ്കിൽ ട്രൈനോവേറ്റ് വാരിയസ് ഈ കാര്യങ്ങൾ അറിഞ്ഞ് കാർട്ടിമാൻഡനെ വിളിച്ചും റോമൻ ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറിയ ശേഷം സോൾജേഴ്സിനെ എല്ലാം കൊല്ലും. അതിനുശേഷം രാജ്ഞിനെ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് രാജ്ഞിയും എടുത്തുകൊണ്ട് അവർ രക്ഷപ്പെടും. പിന്നീട് അവരുടെ സ്ഥലത്ത് ചെന്ന ശേഷം അവരാണെങ്കിൽ രാജ്ഞിയുടെ മുറിവുകളൊക്കെ മരുന്ന് വെക്കും. അങ്ങനെ പതിയെ മുറിവുകൾ ഉണങ്ങി വരുന്ന സമയത്താണെങ്കിൽ രാജ്ഞിക്ക് പതിയെ പനിയൊക്കെ പിടിക്കുമായിരുന്നു. അവളാണെങ്കിൽ വീണ്ടും അവളുടെ മക്കളെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കാർട്ടിമാൻഡെ ആണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും അവളുടെ മക്കളെ അവളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്നാക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ഇവൾക്ക് പതിയെ മുറിവുകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് അവൾ പതിയെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ യോദ്ധാക്കളെല്ലാം കൂടെ അവളുടെ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് കാണുന്നത്. അങ്ങനെ രാജ്ഞിയാണെങ്കിൽ മക്കളോട് ഇനി കുറേ നേരം ബ്രേക്ക് എടുത്തിട്ടൊക്കെ ട്രെയിൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് അതിനൊന്നും സമയമില്ല. ഉടനെ തന്നെ ട്രൈബലായിട്ടുള്ള ആളുകളെല്ലാം കൂട്ടിയിട്ട് ഈ രാജ്ഞിയുടെ നേതൃത്വത്തിൽ റോമനെതിരെ യുദ്ധം ചെയ്യണമെന്ന്.
അങ്ങനെ രാജ്ഞിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡ്രമ്മി വെച്ച് ട്രെയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അവളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന യോദ്ധാവാണെങ്കിൽ ഓരോരോ പോയിൻ്റായിട്ട് കാണിച്ചു കൊടുത്ത് അവളെ പതിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ഇച്ചിരിയുമ്പോഴത്തേനും കാർട്ടിമാൻ്റെ വന്ന് ഇവൾക്ക് ബോഡിക്ക വാൾ കൊടുക്കും. ആ വാൾ കാലങ്ങളായിട്ട് സംരക്ഷിച്ച് വരുന്നുണ്ട്. അവൾക്ക് എവിടേക്കും ഒരു ആത്മവിശ്വാസം കൂടി വരും. അന്നേരമാണ് ആ ട്രൈബിലെ തന്നെ ബൂൾഫ്കാർ എന്ന് പറഞ്ഞ് മറ്റൊരാളാണെങ്കിൽ രാജ്ഞിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ആമെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ട്രൈബൽസിനെ എല്ലാം ലീഡ് ചെയ്യാൻ പോകുന്നത് ഇവളാന്ന് അറിയുമ്പോഴത്തേക്കും ഒരു ഇമ്പ്രഷനൊന്നും ഇല്ലായിരുന്നു. ഒറ്റ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇവളെ എങ്ങനെ ഇത്രയും വരെ ലീഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച ശേഷം അവളുടെ വാൾ മേടിച്ചിട്ട് അവൻ ഒടിച്ച് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് എറിയും. പെട്ടെന്നാണ് രാജ്ഞിയാണെങ്കിൽ അതെടുക്കാൻ വേണ്ടി പുഴയിലേക്ക് ചാടുന്നത്. അന്നേരം ഇവനോട് കൂടെയുള്ള ആൾ പറയും അതിനാണെങ്കിൽ അടിവഴിക്കുള്ളതാണ്, സാധാരണ ഒരാൾക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ലെന്ന് അതിൻ്റെ അകത്ത്. പക്ഷേ അവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവളാണെങ്കിൽ ആ വാൾ എടുത്തുകൊണ്ട് വരും. ആ ഒടിഞ്ഞ വാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജോയിനുമായിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും അവിടെയുള്ള അത്രയും പേരും ബഹുമാനം കൊണ്ട് ഇവളുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കും. അങ്ങനെ രാജ്ഞിയാണെങ്കിൽ ആ വാൾ വരുത്തിയ ശേഷം അവളുടെ പേര് ബൂഡിക്ക എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ബൂഡിക്കയാണെങ്കിൽ അത്രയും പേരോട് വലിയൊരു പ്രസംഗം തന്നെ പ്രസംഗിക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ കാറ്റസിനെ ഇല്ലാതാക്കണമെന്നും. പക്ഷേ ബുൾഫർ പറയും അവനാണെങ്കിൽ വലിയൊരു പടയുണ്ടെന്നും അവൻ്റെ മുന്നിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്വയം മരണത്തെ ഏറ്റുവാങ്ങുന്ന പോലെ ആയിരിക്കുമെന്ന്. എന്നാൽ ബൂഡിക്കയാണെങ്കിൽ ഇവൾക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും എല്ലാവരും അതിനെ സമ്മതിക്കും. പിറ്റേ ദിവസം റോമൻ ആർമി ആണെങ്കിൽ അടുത്ത ട്രൈബൽ ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ പ്രാവശ്യം അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സൈറൻ ആയിരുന്നു. അവനിപ്പോൾ റോമൻ ആർമിയുടെ കൂടെയായിരുന്നു. അന്നേരമാണ് ബൂഡിക്കയാണെങ്കിൽ വഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുന്നത്. സൈറൻ ആണെങ്കിൽ ഇത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കും. അന്നേരമാണ് ബൂഡിക്ക് പറയുന്നത് ഇവരുടെ നേതാവായിട്ടുള്ള കാറ്റസിനോട് മുന്നിലേക്ക് വരാൻ പറയാൻ. സൈറൻ ആദ്യം പേടിച്ച് നിങ്ങൾ പിന്നീട് പോയി കാറ്റസിനെ വിളിച്ചുകൊണ്ട് വരും. അവനാണെങ്കിൽ ആദ്യം കണ്ടിട്ട് ഇവിടെ തിരിച്ചറിയുന്ന പോലും ഇല്ലായിരുന്നു. അന്നേരമാണ് ഇപ്പോൾ എല്ലാം ഓർമ്മിച്ച ശേഷം ആ വാൾ വെച്ച് ഉടനെ തന്നെ അവരുടെ തലയങ്ങ് അറുക്കുന്നത്. പെട്ടെന്ന് ഒളിച്ചിരുന്ന ട്രൈബൽ വാരിയസ് എല്ലാം കൂടെ ഒന്ന് റോമൻ ആർമീനെ ചുറ്റും നിന്ന് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും. നേതാവ് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം പോയ റോമൻ ആർമിക്കാണെങ്കിൽ അവരുടെ മുന്നിൽ പിടിച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൊന്ന ശേഷം അവരാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഗോൾഡും അതുപോലെ തന്നെ പറ്റുന്നത്ര സാധനങ്ങൾ എടുക്കും. ഇതേ സമയത്ത് സൈറൻ ആണെങ്കിൽ ഉള്ള ജീവൻ കൊണ്ടുകൂടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അന്നേരമാണ് യോദ്ധാക്കളെല്ലാം കൂടെ അവനെ പിടിച്ചുകൊണ്ട് ബൂഡിക്കത് എടുത്തോട്ട് കൊണ്ടുവരുന്നത്. അവളാണെങ്കിൽ അവളുടെ പകയും ദേഷ്യം തീർന്നിടം വരെ അവനെ കുത്തിക്കൊണ്ടേയിരിക്കും. അന്ന് രാത്രി അവരെല്ലാം വന്നതിന് ശേഷം അവർ ആചാരപ്രകാരം അവർ കൊന്ന എതിരാളികളുടെ തലയോട്ടിയിൽ വെള്ളം കുടിക്കും. അത് കഴിയുമ്പോഴാണ് വൂൾഫർ ആണെങ്കിൽ പതിയെ അവളോട്ട് ഫ്ലിർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ അവളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കി വിടും. അങ്ങനെ വൂൾഫർ പോയി കഴിയുമ്പോഴത്തേക്കിനും അവരുടെ കൂടെ പ്രായമായിട്ടുള്ള സ്ത്രീ വന്ന് ഇവളോട് ജീവിതത്തിൻ്റെ മീനിങ്ങിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അവർ ബൂഡിക്കയോട് വലിയൊരു സത്യം പറയും. കാരണം ഇവളുടെ മക്കളാണെങ്കിൽ അന്ന് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ ആത്മാക്കൾ ഇവളുടെ കൂട്ടത്തിലുള്ളതുകൊണ്ടുമാണ് അവർ ജീവനോടുണ്ടെന്ന് തോന്നുന്നതെന്ന്. ഇതെല്ലാം കേട്ട ബൂഡിക്കാണെങ്കിൽ സങ്കടത്തോടെ വെളിയിലേക്ക് വന്നിട്ട് വൂൾഫറിനോട് അവളുടെ മക്കളെ ഒന്ന് കാണിച്ചു തരാൻ ചോദിക്കും. അന്നേരമാണ് അവൻ പറയുന്നത് അവരൊക്കെ മരിച്ചു പോയായിരുന്നു, ബാക്കിയെല്ലാം ഇവളുടെ ഇമാജിനേഷനാണ്. അങ്ങനെ സത്യം മനസ്സിലാക്കി അവളാണെങ്കിൽ തളർന്നു വീഴും. പിന്നീട് ബോധം വന്ന് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും തൊട്ടടുത്ത് അവളുടെ മക്കളുടെ ആത്മാക്കൾ ഇരിക്കുന്ന കാണും. ഇവൾക്ക് തന്നെ അറിയായിരുന്നു അതല്ല ഇവിടെ തോന്നലാന്ന്. എന്നാൽ പോലും ഇവളാണെങ്കിൽ അവരോട് സംസാരിക്കുകയും അവരാണെങ്കിൽ ഇവളോട് മുന്നോട്ട് പോരാടാൻ വേണ്ടി തന്നെ പറയുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് ബോഡിക്കും അവളുടെ ആർമിയും കൂടെ ക്യാംലോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. ആ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാവങ്ങളെല്ലാം കൊന്നിച്ച് റോമൻ ആർമി പിടിച്ചടക്കി വെച്ചിരിക്കുന്നതായിരുന്നു. അവിടെ ഇപ്പോൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ റോമൻ ആർമിന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ അവിടെയുള്ള ആക്രമണം വളരെ എളുപ്പമായിരുന്നു. മിക്കവരും പ്രായമുള്ളവർ തന്നെയായിരുന്നു. അവരെല്ലാം തല വെട്ടിയെടുത്ത ശേഷം ഏറ്റവും അവസാനം അവരാണെങ്കിൽ ആ നഗരം മുഴുവൻ കത്തിച്ചിട്ട് പോകും. പതിയെ ബോഡിക്കയുടെ ഓരോ യുദ്ധം വിജയം കണ്ടുവരും. പതിയെ അവരെ ലണ്ടനിലേക്ക് നിന്ന് അവിടെയുള്ള കപ്പൽ പടകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവരെ ക്യാപ്റ്റനെ കൊന്ന് അവിടെയുള്ള അത്രയും കപ്പലുകൾക്കും തീ വിടും. ഇതേസമയം റോമിലാണെങ്കിൽ രാജാവിനെതിരെയുള്ള പ്രതിഷേധ ശക്തമായിട്ട് ആളുകളെല്ലാം കൂടെ ആർമിക്കെതിരെ തിരിഞ്ഞ ശേഷം റോമാണെങ്കിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആളുകൾ പുതിയ കൊട്ടാരത്തിൽ കയറി ആക്രമിക്കാൻ തുടങ്ങിയെന്ന് അറിയുമ്പോഴത്തേക്കിനും യോദ്ധാവായിട്ടുള്ള പോളിനസ് വന്ന ശേഷം അവരുടെ രാജാവായിട്ടുള്ള ന്യൂറോനെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കും. പക്ഷേ സ്വന്തം സാമ്രാജ്യം തകർന്നു വീഴുന്ന കണ്ട രാജാവാണെങ്കിൽ സ്വയം കഴുത്തെടുത്ത് അവിടെ വെച്ച് മരിച്ചു വീഴും. ഇത് കണ്ട പോളിനസിനാണെങ്കിൽ സങ്കടം തോന്നുമെങ്കിലും അവനാണെങ്കിൽ ആ രാജാവിന് വാക്ക് കൊടുക്കും. അവൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും പഴയ റോം തിരിച്ചു പിടിക്കുന്നത്. അങ്ങനെ ഈ ന്യൂറോയുടെ മരണമാണെങ്കിൽ ഇവരുടെ ട്രൈബൽസിൻ്റെ അടുത്ത് വരെ എത്തും. പതിയെ അവിടെയുള്ള യോദ്ധാക്കൾക്ക് ചെറിയ പേടി തോന്നി തുടങ്ങിയതും. കാരണം രാജാവിൻ്റെ ആർമി എന്ന് പറഞ്ഞാൽ ഇവർ ഇതുവരെ യുദ്ധം ചെയ്ത ആർമി പോലെയല്ലായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ വൂൾഫർ ആണെങ്കിൽ ഇതേ കാര്യം ചെയ്ത ബോഡിക്കയോട് പറയും. അവൻ പറയും ഉടനെ വിൻ്ററും കൂടെ വരുവാണ്, ഇപ്പോൾ ഒരു യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ സ്വയം മരണത്തിൽ പോയി തലവെക്കുന്ന പോലെയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ട്രൈബലിനെല്ലാം പിരിച്ചു വിട്ട ശേഷം പിന്നീട് വിൻ്ററെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ നോർത്തിൽ നിന്ന് വീണ്ടും ട്രൈബൽ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്ന് ഇതേ യുദ്ധം തന്നെ വീണ്ടും ആരംഭിക്കാമെന്ന്. ബോഡിക്കാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അവൾ പറയും അവർ തുടങ്ങി വെച്ചത് ഉറപ്പായിട്ട് ഫിനിഷ് ചെയ്യണമെന്ന്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ടും ഒരു തീരുമാനത്തിലെത്താത്തതുകൊണ്ട് വൂൾഫർ ആണെങ്കിൽ അവൻ്റെ ആർമി വഴി തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കും. ദിവസം ബോഡിക്കാണെങ്കിൽ അവളെ ട്രൈബുമായിട്ട് പോളിനസിനെ നേരിടാൻ വേണ്ടി തയ്യാറാകും. അങ്ങനെ അവളാണെങ്കിൽ അവളുടെ ആർമിയുമായിട്ട് നേരെ പോളിനസിൻ്റെ ആർമിയിലേക്ക് കയറി ചെല്ലും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് റോമൻ ആർമി ആണെങ്കിൽ കവചം പോലെ നിന്നിടത്തുനിന്ന് മാറി അവരെല്ലാം കൂടി ഉള്ളിലേക്ക് കയറ്റുന്നത്. അതാണെങ്കിൽ വലിയൊരു കെണിയായിരുന്നു. കാരണം പോളിനസ് ആണെങ്കിൽ ശരിക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു വട്ടത്തിനുള്ളിലാക്കിയ ശേഷം പല സൈഡിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർച്ചർമാരെ വെച്ച് അമ്പ് വിടാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്നുണ്ടായ ആക്രമണമായതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളാണെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി ആ തേരിന് മറവിലിരിക്കും. അതേസമയം അവളുടെ ആർമിയിലുള്ള മിക്ക ട്രൈബൽ ആളുകളും മരിച്ചു വീഴുമായിരുന്നു. അതാണ് പെട്ടെന്ന് അവളുടെ മക്കളുടെ ആത്മാവിനെ കാണുന്നത്. ഇവളാണെങ്കിൽ അവരോട് ഹെൽപ്പ് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇവളുടെ സമയമായി, ഉടനെ തന്നെ ഇറങ്ങി യുദ്ധം ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാമിലിക്ക് ഒരുമിക്കാൻ പറ്റുമെന്ന്. അന്നേരമാണ് കാർട്ടിമാണ്ടയും വന്ന് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഒരിക്കലും ഒരു വീരുമായിട്ട് ചാകലെന്നും. അങ്ങനെ ബൊഡിക്കാണെങ്കിൽ ആ തേരിന് മറവിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. പെട്ടെന്നാണ് തിരിച്ചുപോയ വൂൾഫർ ആണെങ്കിൽ ഇവളെ സഹായിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നത്. അവൻ്റെ ട്രൈബൽ ആർമിയാണെങ്കിൽ അമ്പുമായിട്ട് നിൽക്കുന്ന റോമൻ ആർമിനെ പിന്നിൽ നിന്ന് വന്ന് ആക്രമിച്ച ശേഷം അവർ തന്നെ അമ്പുകൾ ഉപയോഗിച്ച് റോമൻ ആർമിയെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ പതി ഇവരാണെങ്കിൽ
റോമൻ ആർമിനെ തോപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ പോലും റോമൻ ആർമിയുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ വെച്ചാണ് വോൾക്കർ മരണപ്പെടുന്നത്. ഇത് കണ്ട് ദേഷ്യം വരെ ബോഡിക്കാണെങ്കിൽ അവളെ ചുറ്റും നിൽക്കുന്ന റോമൻ ആർമിനെ പറ്റുന്നത്രയും വേഗത്തിൽ കൊല്ലാൻ വേണ്ടി തുടങ്ങും. പക്ഷേ പെട്ടെന്നാണ് അവളുടെ മക്കളുടെ ആത്മാക്കളെ കാണുന്നത്. അവരിവളോട് പറയും അവരുടെ ഫാമിലിക്ക് ഒരുമിക്കാൻ സമയമായിരുന്നു. അങ്ങനെ ഇവളുടെ ശ്രദ്ധ തിരിയുന്ന സമയം നോക്കി റോമൻ ആർമി ആണെങ്കിൽ അവളുടെ നെഞ്ചത്തേക്ക് ഒരു അമ്പ് വിടും. അങ്ങനെ അമ്പ് കൊണ്ട് അവളെ തളർന്നിരിക്കുന്ന സമയം നോക്കി റോമൻ ആർമിയിലെ സോൾജേഴ്സ് എല്ലാം കൂടെ വന്ന് അവളെ ചുറ്റും നിന്നും കുത്തി കൊലപ്പെടുത്തും. അങ്ങനെ അവളാണെങ്കിൽ അവളുടെ ഫാമിലിയുമായിട്ട് യുണൈറ്റ് ചെയ്ത ഒരു മെമ്മറി കാണിച്ച ശേഷം ഈ സിനിമ അവിടെ അവസാനിക്കും.